അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നാട്ടിൽ പോയാൽ മതി. ഞാൻ പോകുന്നതായിട്ട് വിഷമമുണ്ടോ? സത്യം സ്വന്തമായിട്ട് മതിയല്ല നമുക്ക്. തൊലിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രക്കും വീട്ടുകളിലും AC must ആയിരിക്കണം. ഹലോ, ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ നാട്ടിലേക്ക് പോവാണ്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളും നാട്ടിലേക്ക് പോകുന്ന യാത്രയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കരാമയിലുള്ള ഒരു സിറ്റി മാർട്ടിലാണ് പോയത്. കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനാണ് അവിടെ പോയിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്ക് നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. നമ്മളങ്ങനെ ഷോപ്പിംഗ് സാധനങ്ങളായിട്ട് പൈസ ഫുൾ അവസാന നിമിഷത്തിൽ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് കൂടി പോവാണ്. എല്ലാം പാക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്കിടാൻ ഞാനൊന്നും വാങ്ങിച്ചില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ പോയി ഇബിൻ ബത്തൂത്ത മാളിലേക്ക്. നല്ലൊരു സീലാണ്. റംദാൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇബ്ൻ ബത്തൂത്ത മാളില് എല്ലാ ക്ലോത്തിങ് ബ്രാൻഡ്സും ഉണ്ട്. മാക്സ്, R&B, ട്രെൻഡ്സ്, H&M, അങ്ങനെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ മാക്സ് കണ്ടുകൊണ്ട് അവിടെ തന്നെ കയറി. ട്രയൽ റൂം കയറി ഞാൻ അങ്ങനെ 2-3 ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തത് കണ്ടില്ലേ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഷോപ്പിംഗ് ഇതാ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നാട്ടിൽ പോയാൽ മതി. അപ്പൊ നമുക്ക് ഇനി എയർപോർട്ടിൽ പോകുന്ന കാഴ്ചകൾ കാണാം. ചേട്ടാ, ഞാൻ പോകുന്നതായിട്ട് വിഷമമുണ്ടോ? സത്യം പറ, ചെറിയൊരു വിഷമം. അങ്ങനെ ഞങ്ങള് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഏകദേശം എയർപോർട്ടിൽ എത്താറായി. എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത് ടെർമിനൽ 1 എന്നാണ്. അപ്പൊ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അത് കണ്ടോ, മെട്രോ വരുന്നത്. അപ്പം നമ്മുടെ ദുബായ് എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടെർമിനൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രോ ലൈൻസ് ഉണ്ട്. ഏതൊരു എയർപോർട്ടിലെയും പോലെ ദുബായ് എയർപോർട്ടിലും പെയ്ഡ് പാർക്കിംഗ് ആണ്. ഇവിടെ പെർ അവർ 40 ദിർഹംസ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോ ഉള്ളത്. ചേട്ടാ, ഞാൻ പോട്ടെ. എന്നാലും വിഷമൊന്നും മുഖത്ത് കാണുന്നില്ല. ഹലോ, വിഷമൊന്നും മുഖത്ത് കാണുന്നില്ല. ഈ ദുബായ് എയർപോർട്ടിൽ മെയിൻ ആയിട്ട് 3 ടെർമിനൽസ് ആണ് ഉള്ളത്. ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3. ഇതിൽ ഏറ്റവും പഴയതാണ് ഈ ടെർമിനൽ 1. 10:45 ആയപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് മഴ പെയ്തുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് 1:40-നാണ്. വന്നോ എൻ്റെ ഫ്ലൈറ്റ്? ഓപ്പണാ? ചെക്കിനില് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഷർത്തേൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് ഞാൻ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് വേണം ഈ ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ദുബായ് എയർപോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ തന്നെയാണ്. എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ്സും നമുക്കിവിടെ കാണാൻ കഴിയും.
ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ എഴുതാത്തത് കൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് വേണം നമ്മൾ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവരിടയ്ക്ക് വെച്ച് ഗേറ്റ് നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഞാനിപ്പം ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ നാട്ടിൽ പോവാണ്. ഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ ഈ ഒരു റോയിൽ 2 സീറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. ഇതാ കണ്ടില്ലേ, ഞാനിങ്ങനെ ബാഗൊക്കെ വെച്ച് സുഖിച്ചവിടെ ഇരുന്നു. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ദുബായിയുടെ ആ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി കാണാൻ പറ്റും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു മിനി മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കണ്ടില്ലേ, ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാപ്പച്ചീനോ ഉണ്ടായിരുന്നു. എനിക്ക് കാപ്പച്ചീനോ ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ചും ഒരു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഒരു 2 മണിക്കൂർ ഉറക്കത്തിന് ശേഷം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച ഗൈസ്. അങ്ങനെ നമ്മള് കോഴിക്കോട് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇതാ കണ്ടില്ലേ, പച്ചപ്പും ഹരിതാപവുമായ നമ്മുടെ നാട്. അങ്ങനെ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ പുറത്തു വന്നപ്പോ എന്നെ കൂട്ടാൻ വന്നത് ആരാ നോക്കൂ, 2 തരണീമണികൾ. വേറെ ആരുമല്ല, എന്റെ ചേച്ചിയുടെ മക്കളായ ദേവവും ദക്ഷയും, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡായ വിവേകേട്ടനും. കുറെ കാലത്തിന് ശേഷം നാട് കണ്ട സന്തോഷം ദാ കണ്ടില്ലേ എന്റെ മുഖത്ത്. നമ്മളെ പോലുള്ള പ്രവാസികൾക്ക് നാട്ടിൽ ആ മണ്ണിന്റെ മണം കിട്ടുമ്പോ എന്തൊരു സന്തോഷല്ലേ. നാട്ടിൽ വന്നപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഈ റോഡുകളുടെ കാര്യം തന്നെയാണ്. ഞങ്ങളിപ്പം ദുബായിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ റോഡെല്ലാം കാണുമ്പോൾ ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നും. കാരണം നല്ല റോഡ് വികസനം എല്ലാം വന്നുകൊണ്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 6 വരി പാതയായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടിയിട്ട് നല്ല റോഡ് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം പല ഭാഗങ്ങളിലും ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ വടകര മൂരാട് പാലെല്ലാം ഇപ്പോൾ ഓപ്പണായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാഫിക് എല്ലാം വളരെ കുറവുണ്ട്. എന്നാലും എല്ലാ സ്ഥലത്തൊന്നുമില്ല, ചില സ്ഥലങ്ങളിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു 2 വർഷം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു റോഡ് തന്നെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ദക്ഷ, സ്കൂളെല്ലാം അടിച്ചിട്ട് എന്താ പരിപാടി ഇപ്പൊ? അങ്ങനെയൊന്നും പരിപാടിയില്ല, കളിക്കാൻ പോകും, തണ്ടാൻ പോവല്ലേ? വീട്ടിൽ നിന്ന് കളിക്കൂ, പിന്നെ കുറച്ച് പണികൾ. എന്ത് പണിയാ? നല്ല ചൂടായോണ്ട് ഏടി ഇറങ്ങിക്കോ. പണിയെന്ന് വെച്ചാല് നമ്മള് കറുത്ത് പോവും, അത്രയും ചൂടാ. കണ്ടാ വേസ്റ്റ് ഒക്കെ പോയി കളയുന്ന അതാണ് പണി. ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാ. ഞാൻ ഫുള്ള് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വേറെ തൊലിച്ചിട്ടുണ്ടായി, അത്രയ്ക്കും ചൂടായിരുന്നു. വേർത്തൊലിക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രക്ക് എല്ലാ വീട്ടുകളിലും AC മസ്റ്റ് ആയിരിക്കണം. നമുക്ക് ചന്ദ്രന്റെ കഥയിൽ വിചാരിച്ചാലോ? ചന്ദ്രേട്ടൻ പോണോ ശ്രീധരേട്ടൻ പോണോ? ചന്ദ്രേട്ടൻ മതിയല്ലേ നമുക്ക്? ചന്ദ്രേട്ടനുണ്ട് ശ്രീധരേട്ടനുണ്ട്. ചന്ദ്രേട്ടന്റെ മതി. കുറച്ചുകൂടി നമുക്ക് തോന്നുന്നു ശ്രീധരേട്ടനാട്ടില്ല, അവിടെ കുറെ വെറൈറ്റി ഉണ്ടാവും. ശ്രീധരേട്ടൻ എവിടെയാ? പുതിയതാ? പുതിയ കുറെ ആയിട്ടുള്ള കല്ലുമക്കായി, ചങ്കീനി, അത് ഇത്. പറഞ്ഞതുപോലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നേരെ പോയത് ചന്ദ്രേട്ടന്റെ ചായക്കടയിലാണ്. അപ്പൊ ചന്ദ്രേട്ടന്റെ ചായക്കടയിലെ രുചി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.